Hi friends, welcome back to our channel. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം എല്ലാവർക്കും? മുത്തുമണി അപ്പം ഞങ്ങളൊന്ന് വന്നിരിക്കുന്നത് ഒരു വീക്കെൻഡ് വ്ളോഗ് ആയിട്ടാണ്. കോഴിക്കോട് പോവാണ്. വീക്കെൻഡ് വ്ളോഗ് ആയിട്ട് കോഴിക്കോട് പോവാണ്. നമ്മളെ മുത്തുമണിക്കും കുട്ടപ്പനൊക്കെ സ്കൂൾ തുറക്കാൻ പോവല്ലേ. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ബാഗ്. അതേപോലെ അവർക്ക് ബാഗും ടിഫിൻ ബോക്സും പിന്നെ പെൻസിൽ ബോക്സും പിന്നെ എൽസന്റെ ടിഫിൻ ബോക്സും. എന്തിന്റെ ടിഫിൻ ബോക്സ്? എൽസന്റെ ടിഫിൻ ബോക്സ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതെല്ലാം കാലിക്കറ്റിൽ നിന്ന് വാങ്ങാന്നുള്ള പരിപാടിയിലാണ് പോകുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങളെ കൂടെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റും കൂടി ഉള്ളതുകൊണ്ട് ആള് കുറച്ച് ബിസിയാണ്. ബാക്കിൽ 24 hours ലൈവ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇപ്പോൾ ആ റൂമിനുള്ളിലാണ്, അല്ല ബിഗ് ബോസ് ഹൗസിലാണെന്നാണ് ഇപ്പോൾ വിചാരം. അപ്പോൾ കോഴിക്കോട് പോവാണ്. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങൽ മാത്രമല്ല നമ്മുടെ പോക്കിന്റെ ഉദ്ദേശം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കണ്ടിട്ടില്ല അതുവരെ, കാരണം പോവാനുള്ള ടൈം കിട്ടിയിട്ടില്ല. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണാൻ പോവാനുള്ള പരിപാടി. അതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. അതെ, വെയിൽസ് ഇങ്ങനെ പൊന്തില്ലേ, വെയിൽസ് ഇങ്ങനെ വരും സീന്ന്. അപ്പൊ നമ്മളിങ്ങനെ നടക്കുമ്പോ അതിങ്ങനെ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇങ്ങനെ പൊന്തുക ചെയ്യുക, അതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിട്ട് ഇന്ന് പോവാ. പക്ഷെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇന്ന് ഉണ്ടോന്ന് അറിയില്ല, കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്താണ് സ്ഥിതി എന്ന് അറിയില്ല നമുക്ക്. അതെ, നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ കാറിൽ പോകുന്നത്. അതുകൊണ്ടാണ് കാറിൽ പോണത്. ഓക്കെ, വേറെ എങ്ങോട്ടാ മുത്തുമണിക്ക് മഴയില്ലെങ്കിൽ ഞങ്ങൾ ബൈക്കിൽ പോകും. അതെ അതെ, ഓക്കെ, അത് പോവാം. മൂന്നാലെയും കൂടിയും കൂട്ടിയിട്ട് എനിക്കൊരു ഏട്ടനും ഉണ്ട്, എനിക്കൊരു അമ്മയുണ്ട്. ചെറിയൊരു ബൈക്കാണ്, സത്യത്തിൽ വലിയ ബൈക്കാണ്. പേര് ഹോണ്ട 3B50 RS ആണ്. അതാണ് ബൈക്ക് കേട്ടോ. ഓക്കെ, പിന്നെ വേറെ എങ്ങടാ പോണ്ടേ? പാല കടിക്കല്ലോ മുത്തുമണി. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ആ വ്ളോഗ് ചെയ്തോളൂ, പറയൂ. ഇപ്പൊ നമ്മള് പോണ വഴിയില് ഒരു ബസ്സിന്റെ നേരെ കുടുങ്ങിയോണ്ടാണ് നമ്മൾ സ്പീഡിൽ പോവാതെ. നമ്മൾ സ്ലോ കുറയ്ക്കും. അമ്മയ്ക്ക് ഭയങ്കര പേടിയാ ബസ്സിനെ, KSRTC പേടിയാ. വേറെ KSRTC അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു പേടിയില്ല. ആ ബസ്സിന്റെ ബാക്കിൽ ഒരു താടിക്കാരുണ്ട്. താടിക്കാരന്റെ ഫോട്ടോയാണ്, ഒറിജിനൽ ഒന്നല്ല. ആ സെയിം താടിക്കാരൻ ഞങ്ങളുടെ വണ്ടിയിലുണ്ട്. ഞങ്ങളുടെ കാറ് മിക്സ് ആണ്. പിന്നെ വേറെ ഒരു കാര്യം പറയാനുണ്ട്. ഒരു അച്ഛൻ്റെ പഴയ ഫോൺ പൊട്ടിപ്പോയി. എന്നിട്ട് ഒരു iPhone 12 Pro മേടിച്ചപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായി. പിന്നെ iPhone 12 Pro കേട് വരാതെ സൂക്ഷിച്ചു. അപ്പോൾ എനിക്ക് പണ്ടത്തെ മാതിരി വരുന്നുണ്ട് കണ്ണിന്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ എനിക്ക് ഇതൊന്നും തരാറില്ല. അപ്പോൾ നമ്മൾക്ക് കോഴിക്കോടിൻ്റെ കാര്യം പറയാൻ, നമ്മൾ കോഴിക്കോട് പോകുമ്പോൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഇങ്ങനെ പൊന്തില്ലേ, അത് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ആ കട ഒരു സ്ഥലങ്ങൾ വേറെ ഒരു ദിവസം ഞാൻ പോയിട്ടുണ്ടായിരുന്നു കോഴിക്കോടേക്ക്. പിന്നെയാണ് ഞങ്ങൾ ഒരു വർഷം കൂടി പോകണം. ആ സമയത്ത് ആ കടലിൽ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഞാൻ ആരാണ് മനസ്സിലായില്ലെങ്കിൽ ഞാൻ കണ്ണാട ഊരിക്കോളാം. ഞാൻ സുഭദ്രയാണ്, ശ്രീജൻ ഗോപിനാഥിന്റെ മോള്. ഡെയിലി കാണാറില്ല എന്നെ ഗോപ്രോയില്. അച്ഛന്റെ ഗോപ്രോയാണ് അച്ഛന്റെ. വെള്ളത്തിൽ മുക്കിയ ഒന്നും ഉണ്ടാവില്ല. എന്റെ ഏട്ടപ്പോ ഗോപ്രോ സ്വിമ്മിംഗ് പൂളിൽ മുക്കാന്ന് ചോദിച്ചു നടക്കുന്നുണ്ട്. കോഴിക്കോട് പോയിട്ട് പിന്നെ വേറെ എന്തൊക്കെയാ മുത്തുമണിക്ക് വേണ്ടത് പറയൂ. ബാഗ്, പിന്നെ ഐസ്ക്രീം. ഓക്കെ, പിന്നെ വേറെ എങ്ങോട്ടാ പോണ്ടത്? വേറെ ബീച്ചിക്ക് പോണോ?
പക്ഷെ ബീച്ചിൽ നിന്ന് മഴ ആയതുകൊണ്ട് ബീച്ച് ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. ഉണ്ടെങ്കിൽ അച്ഛൻ കാണിച്ചു തരാം കേട്ടോ. എന്താ വേണ്ട? കടൽ ബീച്ച് അല്ല അച്ഛാ, നമ്മൾ സാധാരണ കുളിക്കാൻ പറ്റുന്ന ബീച്ച്. സാൻഡ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ബീച്ചോ? അത് ക്ലോസ്ഡ് ആയിരിക്കും മഴ കാരണം കേട്ടോ. പോയൊക്കെ നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് പോയൊക്കെ എന്തായാലും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ കോഴിക്കോട് എത്തിയിട്ട് പറയാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ എത്തി. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടെ എവിടെയോ ഉണ്ട്. ഞങ്ങൾ കണ്ടിട്ടില്ല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണാത്തോണ്ടാണ് നമ്മൾ ഇറങ്ങാൻ പോവാണ്. അച്ഛൻ നമുക്ക് ഇറങ്ങില്ല. അപ്പൊ ഞങ്ങൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ എത്തിയിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇല്ല എന്നാണ് ഇപ്പോൾ അവിടെ സെക്യൂരിറ്റിയും പറഞ്ഞത്. നെറ്റ് നോക്കിയ സമയത്ത് അതാ മനസ്സിലായത്. പക്ഷെ എന്താ ഇപ്പോഴത്തെ സ്ഥിതി എന്നുള്ളത് നോക്കി നോക്കാം. അപ്പൊ ഇതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഇപ്പോഴുള്ള അവസ്ഥ. കംപ്ലീറ്റ് ഡിസ്മാൻഡിൽ ചെയ്തിട്ടിരിക്കുകയാണ്. ഞങ്ങൾ പിന്നെ പേപ്പറിലും ന്യൂസിലും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇല്ല എന്നുള്ളത്. അപ്പോൾ വരുന്ന സമയത്ത് അങ്ങനത്തെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഗൂഗിൾ നോക്കുന്ന സമയത്ത് ഇത് പെർമനൻ്റ്ലി ക്ലോസ്ഡ് ആണ് അതിൽ എഴുതിയിട്ടുള്ളത്. പക്ഷെ ഇനിയിപ്പോൾ പെർമനൻ്റ്ലി ക്ലോസ്ഡ് ആവുമെന്നുള്ളതും കാര്യങ്ങളും അറിയില്ല. ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റും തോന്നുന്നില്ല. നല്ല മഴയും ചാറുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. നമ്മുടെ അടുത്ത പരിപാടിയായ എഡ്യൂമാർട്ടിലേക്ക് പോവുകയാണ്. മുത്തുമണി ഏതാ വാട്ടർ ബോട്ടിൽ എടുത്ത് നോക്കട്ടെ, കാണിച്ചു തരും. അതെങ്ങനെ ഇടാൻ പറ്റുമോ? വാട്ടർ ബോട്ടിൽ ഓക്കെ ഇല്ലേ? ഇനി ഇതോ പൗച്ചും വാങ്ങിച്ചു. ടിഫിൻ ബോക്സ് അത് വേണ്ട, നല്ല കളർഫുൾ വാങ്ങിത്തരാം കേട്ടോ. വാങ്ങിത്തരാം, നീ വരും കേട്ടോ. എത്ര പ്രൈസ് ഉണ്ടോ നോട്ടതിന്? ഇതിന് പ്രൈസ് ഇല്ലമ്മ, ചോദിക്കാം നമുക്ക് കേട്ടോ. അവിടെ അത് ടിഫിൻ ബോക്സ് അല്ല, പെൻസിൽ ബോക്സ് ആണ്. ടിഫിൻ ബോക്സ് അവിടെ തന്നെ. അങ്ങോട്ട് ചെല്ലും, അവിടെ ചെല്ലും. വരും പോയി നോക്കും. ടിഫിൻ ബോക്സ് ഇതാ പറയുക. തൊട്ടെടുക്കോ ടിഫിൻ ബോക്സ്. അത് പറ്റുമോ? മുത്തുമണിക്കുള്ള ടിഫിൻ ബോക്സ് കിട്ടിയോ? നോക്കട്ടെ അച്ഛൻ, ഇത് പറ്റുമോ? വാച്ച് വാങ്ങിയോ മുത്തുമണി? ഏതാ വാച്ച്? എത്രയായി സമയം? 5 മണി. അപ്പോൾ ടിഫിൻ ബോക്സ് കിട്ടിയോ? ലവിൻ്റെ ഷേപ്പ് ഹാപ്പി ആണല്ലോ അല്ലേ? മുത്തുമണിക്കോ ഇത് പറ്റുമോ? കുട്ടിക്ക് ഇത് പറ്റുമോ? അറിയില്ല. അപ്പം അതിന് ടിഫിൻ ബോക്സ് ഇല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തേക്കണം. ഇത് വാങ്ങട്ടെ മുത്തുമണി, ഇത് വാങ്ങട്ടെ. ബോയ്സിൻ്റെ നല്ലത് ഏതാ വേണ്ടത്? ഈ പിങ്കോ? അത് ഭയങ്കര വലുതാ കുട്ടി. പിങ്ക് ഇതിലുണ്ടാവും. നോക്കാം വരും. ഇത് പറ്റുമോ? പിങ്ക് ആയില്ല. അപ്പം പിങ്ക് റെഡി ചെയ്തോ? വാട്ടർ ബോട്ടിൽ കൺഫേം ആയി. കുട നോക്കാം. നടക്കുമ്പോൾ കുട വാങ്ങിക്കോ വെച്ചാൽ. അത് മതി. അപ്പോൾ ഉണ്ടോ? വേണ്ടല്ലേ? ഇത് 945 ഉള്ളൂ കേട്ടോ. ഇത് വേണോ? നല്ല രസമുണ്ട്. അത് കളർഫുള്ളോടെ. ഒഡീസിയ. ഇതോ 300 അല്ലേ? ആ യെല്ലോ വൈറ്റ് യെല്ലോ. അപ്പോൾ പൈസ 700 അല്ലേ? അത് രസമുണ്ട് കേട്ടോ. ബാഗ് 10th സ്റ്റാൻഡേർഡ് വരെ ഈ ഓട്ടോ ഓടുമോ? ഞാൻ വാങ്ങിത്തരാം. അമേരിക്കൻ ടൂറിസ്റ്റ്. പക്ഷെ ഇതിനേക്കാളും ഒന്നും കൂടി നല്ല ക്വാളിറ്റി ചെയ്തിട്ടോ അല്ലേ? ഇതല്ല ഒന്നുകൂടി നല്ല. അതെ, അല്ല ഒന്നുകൂടി നല്ല ക്വാളിറ്റി ചെയ്താവോ?
അതല്ലേ വാട്ടർ പ്രൂഫാണ് രണ്ടും വാറണ്ടി ഉണ്ട് അല്ലേ ആയിക്കോട്ടെ രസമുണ്ട് എന്നാൽ ആയിക്കോട്ടെ എന്നാൽ എടുത്തോളൂ അത്ര 1700 അഞ്ഞ് 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് +1 ഒക്കെ പോകുന്നു പോവാ പെൻസിൽ വാങ്ങാൻ പോവാ അവിടെ നല്ല നന്ദി തുണി റെഡി അപ്പോൾ റെഡി ആയിട്ടോ മതി നീ വരൂ നീ മുത്തുമണിക്ക് പെൻസിൽ വാങ്ങി തരാം ചേട്ടാ അതും കൂടി അതിൽ വെച്ച് കഴിഞ്ഞാൽ കൊടുത്തോളൂ മോനെ അവിടെ അതിൽ വെക്കുന്നില്ല നമുക്ക് വയ്ക്കാം പോവാ മക്ഡൊണാൾഡ്സിലേക്ക് വഴിക്കരുത് കേട്ടോ നമ്മളിപ്പോൾ മക്ഡൊണാൾഡ്സ് കയറി എന്താ കഴിക്കണ ബ്രോസ്റ്റ് ആണോ കഴിക്കണ അല്ല കുട്ടി മൊബൈൽ വിളിക്കണോ വാങ്ങി തരാലോ ഡയറ്റിങ്ങില ഇത് പറഞ്ഞ വരെയല്ല കേട്ടോ ഇത് ഭയങ്കര ഡയറ്റിങ്ങിലാണ് സീരിയസ് ഡയറ്റിങ്ങിലാണ് പൊളിയൊന്നും വിചാരിച്ചില്ലേ പക്ഷെ പൊളിയില്ല ശ്രമിച്ചു വേഗം മതി ഡയറ്റിങ്ങുള്ള എനിക്ക് വേണ്ട കഴിച്ചടാ നൈറ്റായിട്ട് അപ്പൊ ഡയറ്റിംഗ് അല്ലേ ഇത് ഇത് കഴിക്കും ഇത് അങ്ങോട്ടൊക്കെ പോയ പ്രശ്നം ബൈ പറ്റില്ലേ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീക്കെൻഡ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങളങ്ങനെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഞങ്ങൾ നേരെ തിരിച്ചു പോവാണ് അപ്പോൾ എല്ലാവർക്കും ലവ് യു ആൾ താങ്ക് യു വെരി മച്ച്